ഇന്ന് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഡ്രോണിന്റെ സിഗ്നൽസിനെ ജാം ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക തരത്തിലുള്ള ഗ്രൗണ്ട് ഉപകരണങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന്റെ നെറ്റ്വർക്കിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോണും സെൻട്രൽ കൺട്രോൾ സെന്ററുമായിട്ടുള്ള ആ ബന്ധം മുറിക്കപ്പെടുകയും അവിടെ ഡ്രോണിന് നിയന്ത്രണമില്ലാതെ പിന്നീട് അത് തകരുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തില് കമ്മ്യൂണിക്കേഷൻ ഡിനൈഡ് എൻവയോൺമെന്റ്സ് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത പരിസ്ഥിതിയിൽ ഡ്രോണിന്റെ ആന്തരികമായിട്ടുള്ള എഡ്ജ് കമ്പ്യൂട്ടിംഗ് വെച്ച് തന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്തരം പഠനങ്ങൾ ഇന്ത്യയിൽ DRDO ഡ്രാപ്പയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഭാരതീയ സംവിധാനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറീസ്, അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDOയും ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് IIT കാൺപൂർ മുതലായിട്ടുള്ള യൂണിവേഴ്സിറ്റീസും എല്ലാം ഒരുമിച്ച് കൊണ്ട് ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ആയി കമ്മ്യൂണിക്കേഷൻ ഡിനൈഡ് സ്ഥിതികളിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥിതിയിൽ ഡ്രോണുകൾ എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഡ്രോണുകൾ നമുക്കറിയാം അൺമാൻഡ് വെഹിക്കിൾ ആണെങ്കിലും അതിലും പല സാങ്കേതികമായിട്ടുള്ള കാറ്റഗറൈസേഷൻ വർഗങ്ങളുണ്ട്. ഒന്ന് ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റുകളാണ്, സാധാരണ പ്ലെയിനുകളെ പോലെ ഉള്ള വിങ്സ് ഉള്ള ഉപകരണങ്ങൾ. രണ്ട് റോട്ടോകോപ്പർ ഉപകരണങ്ങൾ, ഹെലികോപ്റ്ററിനെ പോലെ കറങ്ങുന്ന സംവിധാനമുള്ള വിങ്സ് ഉള്ള ഡ്രോണുകൾ. നമ്മൾ സാധാരണ സോഷ്യൽ ഫങ്ഷൻസിനെല്ലാം വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇന്ന് സാധാരണമായിട്ട് യൂസ് ചെയ്യുന്നത് അത്തരത്തില് 4 റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ഉള്ള ഡ്രോണുകളെയാണ്. ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ സവിശേഷത അതിന് ഒരു സ്ഥലത്ത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഫിക്സ്ഡ് വിൻ ഡ്രോണുകൾക്ക് അതിവേഗത്തിൽ പായാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ഹോവർ ചെയ്യാൻ സാധിക്കുന്ന ഹോവർ ക്രാഫ്റ്റുകൾ, അതായത് ഹെലികോപ്റ്റർ പോലെ ഒരു സ്ഥലത്തിന്റെ മുകളിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ, അതാണ് റോട്രോ കോപ്പർ ഡ്രോണുകൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. മൂന്നാമത് ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഫിക്സ്ഡ് വിങ്ങും ഹെലികോപ്റ്ററെ പോലുള്ള ക്വാഡ്കോപ്റ്റർ സംവിധാനവുമുള്ള ഡ്രോണുകളും ഇന്ന് വരുന്നുണ്ട്. ഇത്തരം ഡ്രോണുകൾക്ക് ഒരു യുദ്ധഭൂമിയിൽ കറങ്ങി നടക്കാനും ചില സ്ഥലങ്ങളിൽ സ്ഥായിയായിട്ട് നിന്ന് നിരീക്ഷിക്കാനും ആവശ്യമുണ്ടെങ്കിൽ ഒരു മിസൈലിനെ പോലെ മാറി ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പൊ ഇവിടെ 4 തരം പ്രവർത്തികൾ ഈ ഡ്രോണുകൾ ചെയ്യാറുണ്ട്. ഒന്ന് സാധാരണമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുക, 2 ട്രാക്ക് ചെയ്യുക, ശത്രു നീക്കങ്ങളെ നിരീക്ഷിക്കുക, 3 ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷനെ ജാം ചെയ്യാനും ഈ ഡ്രോണുകൾ ശ്രമിക്കാറുണ്ട്, 4 പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ റിലേ ആയിട്ടും, കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുള്ളിടത്ത് കമ്മ്യൂണിക്കേഷൻ റിലേ ഡിവൈസ് ആയിട്ടും ഈ ഡ്രോണുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഡ്രോണുകൾ പലതരത്തിലുള്ള പ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യുന്നു. ഇനി വരുന്ന ടെക്നോളജി ഡെവലപ്മെന്റിൽ ഈ ഡ്രോണുകൾക്ക് വാസ്തവത്തില് ആകാശത്തിൽ പറക്കാൻ മാത്രമല്ല ഭൂമിയുടെ സമതലത്തിലൂടെ സഞ്ചരിക്കാനും, അതായത് അൺമാൻഡ് സർഫസ് വെഹിക്കിളായിട്ട് രൂപപ്പെടാനും, ആവശ്യമുണ്ടെങ്കിൽ കടലിനടിയിലേക്ക് പോകാനും, ഡൈവ് ചെയ്ത് കടലിനുള്ളിലേക്ക് പോയി അണ്ടർ വാട്ടർ ഡിവൈസ് ആയിട്ട് പ്രവർത്തിക്കാനും എല്ലാമുള്ള കഴിവുകൾ ഉണ്ടാകും. ഇത്തരത്തില് ഒരു ജനറലൈസ് ചെയ്യുമ്പോൾ ചില സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസിന്റെ കാര്യക്ഷമത കുറയുന്നുണ്ടെങ്കിലും ഇതിന് വലിയൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. യുദ്ധഭൂമിയിൽ ഇത്തരത്തില് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തന്ത്രങ്ങളാണ് പലപ്പോഴും ഫലപ്രദമായിട്ട് മാറുന്നത്. ഡ്രോൺ സ്വാമുകൾക്ക് ന്യൂക്ലിയർ ബേസുകളെ കാര്യക്ഷമമായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഇനി വരുന്ന ഡ്രോണുകൾ ന്യൂക്ലിയർ വാർഹെഡ്സ് ഫലപ്രദമായിട്ട് ഡിപ്ലോയ് ചെയ്യാനും അതിന് കഴിയുമായിരിക്കും. ഇന്നത്തെ ഡ്രോണുകൾക്ക് അത്ര ഹെവി ആയിട്ടുള്ള പേലോഡ്സ് ക്യാരി ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കില്ല. ന്യൂക്ലിയർ വാർഹെഡ്സ് സാധാരണ കുറച്ച് ഭാരം കൂടിയതാണ്. എന്നാൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ ഡിവൈസസ് ഇന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ന് വികസിപ്പിച്ചെടുക്കപ്പെടുന്നുണ്ട്. അത് ഒരു കൺവെൻഷണൽ വെപ്പൺ പോലെ ഒരു പക്ഷേ ഭാരം കുറഞ്ഞതും അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ വെപ്പണിന് ഇക്വലന്റ് ആയിട്ടും, എന്നാൽ ഏതൊരു കൺവെൻഷണൽ വാർഹെഡിനേക്കാളും 10 മടങ്ങ് ശക്തി കൂടിയതും ആയിരിക്കും. ഇതെല്ലാം പലരിലും വലിയ രീതിയിൽ ഡിഫൻസ് സെക്ടറിൽ തന്നെ നമ്മുടെ ഡിഫൻസ് പ്ലാനിങ്ങിൽ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ടെക്നോളജി ഡെവലപ്മെന്റ്സ് ആണ്. കാരണം ഈ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് വലിയ ഒരു സാങ്കേതിക വിദ്യ ആവശ്യമില്ലാത്ത, ഇന്ന് അവൈലബിൾ ആയിട്ട് ആർക്കും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം തന്നെ മാറും. ശക്തമായിട്ടുള്ള ഒരു രാജ്യം, യുദ്ധ സംവിധാനങ്ങളുള്ള ടെക്നോളജിയുള്ള രാജ്യവും
കുറഞ്ഞ സംവിധാനങ്ങളുള്ള രാജ്യവും തമ്മിലുള്ള ആ ഒരു അസമത്വം വലിയ രീതിയിൽ മാറിക്കിട്ടും. ഇതിന്റെ വലിയൊരു അപകടം ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഭീകരവാദികൾ, ടെററിസ്റ്റുകളുടെ കയ്യിലും ഇത് ഫലപ്രദമായിട്ടുള്ള ഒരു വെപ്പണായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രോൺ വാർഫെയർ ഇന്ന് യുദ്ധ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റിയുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഡ്രോണിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതും ഒരു പഠന മേഖലയായിട്ട് മാറിയിരിക്കുന്നു. ഡ്രോണിനെ സാധാരണ ഇന്നത്തെ യുദ്ധഭൂമിയിൽ പല സ്ഥലങ്ങളിലും അതിനെ നേരിടുന്നത് മിസൈലുകൾ കൊണ്ടാണ്. വാസ്തവത്തില് ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ രൂപ വില മതിക്കുന്ന ഒരു ഡ്രോണിനെ അതിനെ പ്രതിരോധിക്കാൻ 30 കോടിയോ 40 കോടിയോ വിലയുള്ള ഒരു മിസൈലിനെ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രോണുകൾ യൂസ് ചെയ്ത് എതിർഭാഗത്തിന്റെ ആയുധ ശേഖരത്തില് വലിയൊരു ഇടിവ് വരുത്തുക, ഇതും ഒരു യുദ്ധ ടാക്ടിക്കായിട്ട്, ഒരു തന്ത്രമായിട്ട് ഇന്ന് മാറുകയാണ്. നൂറുകണക്കിന് ഡ്രോണുകളെ വിട്ട് അതുകൊണ്ട് ഫലപ്രദമായിട്ടുള്ള ടാർഗറ്റിനെ ഒന്നും അത് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിലും എതിർപക്ഷത്തെ ആയുധ ശേഖരത്തില് വലിയ ഇടിവുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഇന്നും ഇപ്പോഴും നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു മാസം 10,000-വും 20,000-വും ഡ്രോണുകളൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈ ഡ്രോണുകളിൽ 90% അത് ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും ഇതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം ശത്രുപക്ഷത്തിന്റെ ആയുധ ശേഖരം അതിൽ വലിയ ഇടിവുണ്ടാകുന്നു. ഈ കാരണത്താല് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ന് വികസിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഡ്രോണുകളെ മിസൈലുകൾ യൂസ് ചെയ്തിട്ടല്ല, കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള ടെക്നോളജി വെച്ച് ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതില് മൈക്രോവേവ് ടെക്നോളജി, ലേസർ ടെക്നോളജി എല്ലാം യൂസ് ചെയ്തിട്ട് ഡ്രോണുകളെ പ്രതിരോധിക്കുക എന്നുള്ള തലത്തില് കാര്യങ്ങൾ ഇന്ന് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇതും ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ചേർന്നിട്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിട്ട് പല രാജ്യങ്ങളിലും വരുന്നു. അതുപോലെ തന്നെ ആക്രമിക്കുമ്പോൾ സ്വന്തം ഡ്രോണുകളെ സംരക്ഷണം നൽകിക്കൊണ്ട് എതിർപക്ഷത്തെ ഡ്രോണുകളെ നശിപ്പിച്ചു കളയുക, അതിന്റെ കമ്മ്യൂണിക്കേഷൻ നശിപ്പിക്കുക, അതിനെ ഫിസിക്കലായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു നെറ്റ്വർക്ക് മാത്രമല്ല, ഈ ഒരു ട്രാഫിക് സിസ്റ്റം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതിന് വലിയ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ട്രാഫിക് സിസ്റ്റം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ട്രാഫിക് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യാൻ പല രാജ്യങ്ങളും ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഡ്രോണുകൾ ഇന്ന് ഏതാണ്ട് 15-20ഓളം രാജ്യങ്ങളിൽ ഇന്ന് ഫലപ്രദമായിട്ട് നിർമ്മിക്കുകയും അത് യുദ്ധഭൂമിയിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാര്യക്ഷമത ആദ്യം കുറഞ്ഞതായെങ്കിലും ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ റേഞ്ച്, എത്ര ദൂരം ഇത് സഞ്ചരിക്കാൻ സാധിക്കും, എത്ര വെയിറ്റ് ഇതിന് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും, ഇതിന്റെ പേലോഡ്, ഇതിലെല്ലാം ഓരോ വർഷവും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഡ്രോണുകളെ കാര്യക്ഷമമാക്കുന്നതിനും അതിനെ ഫ്ലെക്സിബിൾ ആക്കുന്നതിനും അതിനെ ഒരു കൂട്ടത്തോടെ പ്രവർത്തിപ്പിക്കുന്നതിനും അതിന്റെ ടെക്നോളജി തന്നെ കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് ആക്കുന്നതിനും ആകാശത്തും ഭൂമിയിലും വെള്ളത്തിനടിയിലും പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും ഉള്ള ഡ്രോണുകളെ ഉണ്ടാക്കുന്നതിലും എല്ലാം ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ന് $20 ബില്യൺ ടേൺ ഓവർ ഉള്ള ഇൻഡസ്ട്രീസ് ആയിട്ടാണ് ഇന്ന് ഡ്രോൺ വികസന മേഖല നിൽക്കുന്നത്. ഇത് ഇനി വരുന്ന 5 വർഷങ്ങളിൽ ഇതിൽ വലിയ കുതിപ്പുവയ്പ്പുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് സാധാരണ മിസൈൽ ഉണ്ടാക്കുന്നത് പോലെ ഏതാനും കമ്പനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ തന്നെ ഭാരതത്തിൽ പോലും ഡ്രോൺ വികസനത്തിലും ഒരുപാട് ചെറിയ സ്റ്റാർട്ടപ്പുകൾ ഇൻവോൾവ് ആണ്. ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തിറങ്ങിയ സ്റ്റുഡൻസ് പോലും ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഇനി വരുന്ന 5 വർഷങ്ങളിൽ ഡ്രോൺ മേഖലയിൽ വലിയ പങ്ക് വഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡ്രോൺ മേഖലയിൽ വരുന്ന ടെക്നോളജി ഷിഫ്റ്റുകൾ, അതിന്റെ ബിസിനസ് ഷിഫ്റ്റുകൾ, ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം.